ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവനായിട്ട് ഞാനൊരു ഗുലാബ് ജാമുൻ കേക്കാണ് ഉണ്ടാക്കിയത്. മോൻ്റെ ഫേവറേറ്റ് ആണ് ഗുലാബ് ജാമുൻ. അപ്പോൾ അങ്ങനെ ഒരു ക്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു റെഡി ടു യൂസ് മിക്സാണ് ഉപയോഗിച്ചത് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മൈദയൊക്കെ വെച്ചിട്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ മിക്സ് ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റിൽ നിന്ന് ഒരു 1.5 കപ്പ് പൊടിയാണ് എടുത്ത് അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ആ പാക്കറ്റിൻ്റെ പുറകിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അഥവാ നിങ്ങളിത് കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഒച്ചിരി ഒട്ടുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം നെയ്യ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഏത് റെഡി ടു യൂസ് മിക്സ് യൂസ് ചെയ്താലും ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. ഈ വാങ്ങിക്കുന്ന മിക്സ് ഉപയോഗിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുഞ്ഞു ബോൾസ് ആയിട്ട് എടുക്കണം കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ വാങ്ങിച്ചുണ്ടാക്കിയപ്പം കുറച്ചും കൂടി വലിയ ഉരുളകളാണ് എടുത്തത്. അത് ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് നല്ലപോലെ വീർത്ത് വലുതായി. പിന്നെ ഷുഗർ സിറപ്പ് ഇട്ടപ്പോൾ ശരിക്കും ഒരു നാരങ്ങയുടെ വലുപ്പത്തിനുള്ള ഗുലാബ് ജാമുനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുഞ്ഞു ബോൾസായിട്ട് ഇതുപോലെ ഇത്രയും മതി, ഈ ഒരു അളവിൽ സൈസിൽ മാത്രം എടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അത്രയും നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരത്തില്ല. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ബോൾസാക്കി വെച്ചു. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം. ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ നമുക്ക് ഷുഗർ സിറപ്പും കൂടി ഉണ്ടാക്കാം. വേറൊരു പാത്രത്തിൽ 1.5 കപ്പ് വെള്ളവും 1.5 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാക്കറ്റിൽ അഥവാ ഷുഗർ സിറപ്പിൻ്റെ ഒരു അളവ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര പൊടിയാണോ എടുത്തത് അതേ അളവിൽ തന്നെ വെള്ളവും പഞ്ചസാരയും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് പൊടി എടുത്തുകൊണ്ട് 1.5 കപ്പ് വെള്ളവും 1.5 കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി കുറച്ച് ഏലക്ക, ഒരു 2-3 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിനായിട്ട്. ഇപ്പോൾ സിറപ്പ് റെഡി ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് പെട്ടെന്ന് ബ്രൗൺ ആയി പോവും. ഇത് കണ്ടോ, എണ്ണയിൽ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലപോലെ വീർത്ത് വരും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സൈസിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. എന്നിട്ട് നമുക്ക് ഇത് സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. സിറപ്പ് ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷേ ചെറിയ ചൂടോടുകൂടി തന്നെ ഈ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ വാങ്ങിക്കുന്ന മിക്സ് യൂസ് ചെയ്യുമ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ ഗുലാബ് ജാമുൻ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഈ ബോൾസിലോട്ട് പിടിക്കും കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ സിറപ്പിൽ ഇട്ട് വെക്കണമല്ലോ. ഇതിപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് മാത്രമാണ് ഈ ഷുഗർ സിറപ്പിൽ ഇട്ടത്. അപ്പം തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം വെക്കണ്ട. അതൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് പിടിച്ച് കഴിയുമ്പം ഇതിങ്ങനെ ആ സിറപ്പിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചാൽ മതിയേ. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനോ ഒന്നും പറ്റാതെ വരും. അപ്പോൾ അത് അങ്ങനെ മാറ്റി വെച്ചു എന്ന് വിചാരിച്ച് ഡ്രൈ ആയി പോകത്തൊന്നുമില്ല, അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ബാക്കി വരുന്ന സിറപ്പ് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുകയാണ്. ഇത് നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഈ സിറപ്പ് യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഗുലാബ് ജാമുനും ഞാനിങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇത് ഞാൻ തലേ ദിവസമാണ് കേട്ടോ ചെയ്തു വെച്ചത്. ബർത്ത്ഡേയുടെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഗുലാബ് ജാമുൻ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ബർത്ത്ഡേ അങ്ങനെ വലിയൊരു ആഘോഷമായിട്ടൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേക്കൊക്കെ പതുക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ, അതിന് കറക്റ്റ് ഒരു സമയം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്തായാലും കേക്ക് ബേക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ക്രീമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ.
ഇപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഗുലാബ് ജാമുൻ കേക്ക് ആയതുകൊണ്ട് പാൽപ്പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്തേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിനകത്ത് ഈ കേക്കിൽ ശരിക്കും ഒരു 1/4 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ഗുലാബ് ജാമുനും ഷുഗർ സിറപ്പും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി മധുരം കൂടി പോവാതിരിക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഒരു 1-2 ഏലക്കയുടെ കുരുവും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, പഞ്ചസാര മാത്രം നല്ലപോലെ ഒട്ടും തരിയില്ലാതെ പൊടിക്കണം കേട്ടോ. ഇതുപോലെ അടുത്ത നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വലിയ ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള തണുപ്പില്ലാത്ത മുട്ടയായിരിക്കണം കേട്ടോ. ഇനി ഒരു 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് പതപ്പിച്ചെടുത്താൽ മതി. മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഇട്ടിട്ട് വീണ്ടും ഇത് നല്ലപോലെ അടിച്ചെടുക്കണം. മുട്ടയുടെ ആ ഒരു മഞ്ഞ കളർ മാറി നല്ല ക്രീം കളറിലായിട്ട് വരണം, നല്ല തിക്കായിട്ട് വരും. അതുവരെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഈ മുട്ട എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നോ കേക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ മുട്ടയുടെ ചൊവയൊന്നും ഒട്ടും ഉണ്ടാവത്തില്ല. നമ്മൾ 4 മുട്ട യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല തിക്കായിട്ട് ഇതുപോലെ നല്ലൊരു ക്രീം പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച മൈദ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കണം. ഒരുപാട് ഹാൻഡ് ബീറ്റർ ഒന്നും ഉപയോഗിച്ച് മിക്സ് ചെയ്യേണ്ട, സ്പൂൺ വെച്ച് തന്നെ പതുക്കെ ഫോൾഡ് ചെയ്യുക. കാരണം നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങ് പോവാതെ നോക്കണം കേട്ടോ. ആ ഒരു നല്ലതായിട്ട് ഇങ്ങനെ പതഞ്ഞ് നിൽക്കുന്നതല്ലേ, അപ്പോൾ അത് പോവാതെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. സാധാ പാലാണേ, ചൂടുപാലോ തണുത്ത പാലോ ഉപയോഗിക്കരുത്. അപ്പം ഇത്രയേ ഉള്ളൂ. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കുറച്ച് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കണം. അത് നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് കേട്ടോ. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിത് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. സ്റ്റൗവിൽ വെച്ചിട്ടും ഈ കേക്ക് നിങ്ങൾക്ക് റെഡിയാക്കാം. ഞാനൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരുന്ന ഓവനാണ്. അതിനകത്ത് വെച്ചിട്ടൊരു 25 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് 25 മിനിറ്റിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് ചിലപ്പം ഒരു 5-10 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം കേട്ടോ. നിങ്ങൾ നോക്കി ചെയ്താൽ മതി. അപ്പോൾ കേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഐസിങ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവർ കുട്ടികളെയും കൊണ്ട് നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ പോവാണ്. കേക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്യുവാണ്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ടാവും കേക്കിന്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്.
പിന്നെ ഞാനൊരു 1 കപ്പ് വിപ്പിംഗ് ക്രീം, ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത്. അത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇതിനകത്ത് ഒരല്പം യെല്ലോ ഫുഡ് കളർ ഞാൻ ചേർത്തിട്ടുണ്ട്. നിർബന്ധമില്ല, വെള്ള കളറിലുള്ള കേക്കാണ് ഇഷ്ടമെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ലൈറ്റ് യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഒന്ന് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഇന്നലെ നമ്മൾ ഗുലാബ് ജാമുൻ്റെ ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തോട്ട് ഒരു ഏകദേശം അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. കാരണം ആ ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് തിക്കായിരിക്കും. അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം കേട്ടോ, ചൂട് മാറ്റിയ വെള്ളമാണ്. പച്ചവെള്ളം ഒഴിക്കരുത്, ഒരു ചുവ വരും. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഗുലാബ് ജാമുൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ലെയർ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 10 എണ്ണമൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ കേക്ക് വെച്ചു, എന്നിട്ട് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് എത്ര ഒഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് കേക്ക് നല്ല പോലെ ഇങ്ങനെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ക്രീം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗുലാബ് ജാമുൻ എൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചാൽ ഗുലാബ് ജാമുൻ വെക്കാം കേട്ടോ. ഇത് തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ലെയർ കേക്ക് വെച്ചു, ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു, ക്രീം സ്പ്രെഡ് ചെയ്യണം, ഗുലാബ് ജാമുൻ വെക്കണം. എന്നിട്ട് ലാസ്റ്റ് മൂന്നാമത്തെ പീസ് കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് ഫുള്ളായിട്ട് കേക്ക് ഇതുപോലെ ക്രീമിൽ കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ക്രീം കേക്ക് ഉണ്ടാക്കിയിട്ട് 1 വർഷമായി കേട്ടോ. കഴിഞ്ഞ വർഷം മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്. ഇപ്പം അങ്ങനെ ബേക്ക് ചെയ്യാറില്ല അധികം, പ്രത്യേകിച്ച് ക്രീം കേക്ക്സ്. അല്ലാതെ ഇപ്പോൾ ടീ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കും, ഇങ്ങനെ ക്രീം വെച്ചിട്ട് അധികം കേക്ക് ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു കേട്ടോ. കാരണം ആ ഒരു കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. കുറേ നാൾ ചെയ്യാതിരിക്കുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. പറ്റുന്ന പോലെയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു. ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു ചെറിയൊരു ചരിവൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. കുഴപ്പമില്ല, നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് ഗുലാബ് ജാമുൻ ഇങ്ങനെ 2-3 എണ്ണം ഒന്ന് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ ഒരു ഷേപ്പിൽ ഒന്ന് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഗുലാബ് ജാമുൻ കേക്ക് റെഡിയായി. ഇത് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. ഗുലാബ് ജാമുനൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ലതായിട്ട് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.